ഇടതുപക്ഷം വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുക്കുന്ന ഘട്ടത്തിലുണ്ടായ വിവാദങ്ങൾ നിങ്ങൾക്കറിയാം. ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ സമരം നടത്തിയവരെ നിങ്ങൾക്കറിയാം. പെരിന്തൽമണ്ണയിൽ ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് പരാതികളുടെ കൂമ്പാരം കൊടുത്തവരെ നിങ്ങൾക്കറിയാം. 372 ഏക്കർ ഭൂമിയെടുത്ത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് വരാൻ വേണ്ടി കൈമാറിയതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ 4-5 വർഷമല്ലേ ഉള്ളൂ. അതിൻ്റെ മികവ് അവിടെ ഉണ്ട്. ഭൂമി ഏറ്റെടുത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ഇവിടെ ഉണ്ട്. അത് ആദ്യഘട്ടത്തിലൊക്കെ LDF സർക്കാരിൻ്റെ കാലത്ത് വന്നതാണ്. ഇപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഹോസ്റ്റൽ സൗകര്യങ്ങളുടെ അപര്യാപ്തത, പിന്നെ മികച്ചൊരു റോഡില്ല എന്ന കാര്യത്തിൽ ഒരു പുതിയ കോഴ്സുകളൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ പല ആളുകളും ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ LDFൻ്റെ കാലത്ത് വന്ന ഇവിടെ കൊണ്ടുവന്ന, അതും വി ശശികുമാർ MLA ആയിരിക്കുന്ന കാലത്ത്, VSൻ്റെ കാലത്ത് ഒരു മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ കുതിപ്പിന് കാരണമായേക്കുമെന്ന് പറഞ്ഞാണ് ഇവിടെ അലിഗഡിൻ്റെ ക്യാമ്പസ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഈ അലിഗഡ്, താങ്കൾ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. LDFൻ്റെ വി ശശികുമാറുള്ള കാലത്തൊക്കെയാണ് ഇത് വരുന്നത്. താങ്കൾ ഒരുപക്ഷെ ജയിച്ചാൽ അലിഗഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അവരെ ആവശ്യപ്പെടും, വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ എല്ലാവരുടെയും നമ്മൾ പേരെടുത്ത് പറയുന്നില്ല, ഇതിൽ താങ്കളുടെ ഭാഗമാണ്? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് മൈനോറിറ്റി ഭൂരിപക്ഷ ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ അംഗീകരിക്കുന്നത് കുറച്ച് മുമ്പാണെന്ന് ശശിയേട്ടനാണ് MLA. അന്ന് ആ ഭൂമി ഏറ്റെടുക്കുന്നത് ഈ നാട്, അതിനുവേണ്ടി ശശിയേട്ടനും ഇവിടുത്തെ സംവിധാനവും നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ ഈ നാട് അംഗീകരിച്ചതാണ്. അതുപോലെ തന്നെ അതിലെ കോഴ്സുകൾ കൊണ്ടുവരുന്നത് അവിടെ മെഡിക്കൽ സംവിധാനത്തിൻ്റെ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ IT സംവിധാനത്തിൻ്റെ ഒക്കെ കോഴ്സുകൾ കൊണ്ടുവരുന്നതിന് ഇടതുപക്ഷം വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുക്കുന്ന ഘട്ടത്തിലുണ്ടായ വിവാദങ്ങൾ നിങ്ങൾക്കറിയാം. ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ സമരം നടത്തിയവരെ നിങ്ങൾക്കറിയാം. പെരിന്തൽമണ്ണയിൽ ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് പരാതികളുടെ കൂമ്പാരം കൊടുത്തവരെ നിങ്ങൾക്കറിയാം. 372 ഏക്കർ ഭൂമിയെടുത്ത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് വരാൻ വേണ്ടി കൈമാറിയതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ 4-5 വർഷമല്ലേ ഉള്ളൂ. അതിൻ്റെ മികവ് അവിടെ ഉണ്ട്. ഭൂമി ഏറ്റെടുത്ത് അതിനുശേഷം 15 വർഷം ഈ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച ആളുകൾ ഏതർത്ഥത്തിലാണ് അതിനെടുത്തത്? ഈ 5 വർഷക്കാലം അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിനോട് ചേർന്ന് കൊണ്ടുവരേണ്ട പലതും എവിടെ പോയിട്ടാ തുടങ്ങിയേ? എവിടെ കൊണ്ടുപോയിട്ടാ സ്ഥാപിച്ചേ? എവിടെയായിരുന്നു? അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിൻ്റെ ഓരം ചേർന്ന് കൊണ്ടുവരേണ്ട പല കോഴ്സുകളും ഇവിടെ ചില സംവിധാനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന് അതാണ് ഈ മണ്ഡലത്തിൻ്റെ വികസനം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണോ? ഞങ്ങൾക്ക് ഒരവസരം തരും. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് അവസരം തരും. അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിനകത്ത് കൊണ്ടുവരാൻ പറ്റിയ കോഴ്സുകൾ ഞങ്ങൾ വലിയ ശ്രമം നടത്തി കൊണ്ടുവരും. പക്ഷേ ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന ചില സമീപനം അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ചില കുറവുകളുണ്ട്. എന്നിരുന്നാലും ചില ചർച്ചകൾ നടത്തി, ചില ഫ്രണ്ട്ലി ടോക്കൊക്കെ നടത്തി, ചില ഔദ്യോഗിക ടോക്കൊക്കെ നടത്തി അവിടെ പലതും കൊണ്ടുവരാൻ കഴിയും. ഒരു ശ്രമം നടത്തി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും? 5 വർഷത്തിനുള്ളിൽ ഒരു ശ്രമം നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ പറയുക. ഒരു ശ്രമവും നടത്തിയില്ല. നിങ്ങൾ മീഡിയാസ് അന്വേഷിക്കണം. ഒരു ശ്രമം നടത്തിയോന്ന് അന്വേഷിക്കണം. ഈ രാജ്യത്തെ ചില സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി എൻ്റെ കയ്യിലുള്ളത് ഇതാ എന്ന് പറയുന്നതിനപ്പുറത്ത് PTM കോളേജിൽ ഒരു കോഴ്സ് കൊണ്ടുവരുന്ന വല്ല ശ്രമം നടത്തിയിട്ടുണ്ടോ? അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് വല്ല ആലോചന നടത്തിയിട്ടുണ്ടോ? ഒരാലോചനയും നടത്തിയിട്ടില്ല. ഈ രാജ്യത്തെ ഔദ്യോഗിക സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ഒരു പ്രൈവറ്റ് സംവിധാനത്തിൻ്റെ വക്താവാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ മണ്ഡലത്തിലെ സർക്കാർ സംവിധാനത്തിൽ സൂക്ഷിച്ചു നോക്കും. പിന്നെ താങ്കൾ MLA ആയി ഇവിടുന്ന് ജനപ്രതിനിധിയായി ജയിച്ചു കഴിഞ്ഞാൽ അലിഗഡിൻ്റെ കാര്യത്തിൽ, അലിഗഡ് ഓഫ് ക്യാമ്പസിൻ്റെ കാര്യത്തിൽ താങ്കളിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നു, ജയിക്കുന്ന ആരായാലും താങ്കളിൽ നിന്നും അവരുടെ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടാകുകയാണ്. അതൊരു ഫസ്റ്റ് ടോക്ക്, ഒരു സിംഗിൾ ടോക്കിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിലൊറ്റ കാര്യമേ ഉള്ളൂ. ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടി ഈ അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്, അവിടുത്തെ പുതിയ കോഴ്സുകളെക്കുറിച്ച്, അതിൻ്റെ യൂണിവേഴ്സിറ്റി സംവിധാനവുമായി ബന്ധപ്പെട്ട ആളുകളൊരു സംവദിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കോർച്ച് ചേർക്കണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായമാണ്. ഈ 3 ടയർ സംവിധാനമാണ് അതിനെ നയിക്കുന്നത്. ഈ 3 ടയർ സംവിധാനം ഉപയോഗപ്പെടുത്തി ഈ നാടിനെയും ചേർത്ത് നിർത്തി ഈ നമ്മളുടെ കുട്ടികൾക്ക്, പുതുതലമുറക്ക്, നമ്മളെ വിദ്യാർത്ഥികൾക്ക് കയ്യെത്തും ദൂരത്ത് എല്ലാ സംവിധാനങ്ങളും അവിടെ കൊണ്ടുവരേണ്ടതിൻ്റെ സാധ്യത നമുക്കെല്ലാം ചേർന്ന് നടപ്പാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.
അതിൽ ഒരു പിശകുണ്ടായില്ല, അതിലൊരു വീഴ്ച ഉണ്ടാവില്ല. ഓക്കെ, ഏതായാലും അലിഗഡിൻ്റെ കാര്യത്തിലും VP മുഹമ്മദ് ഹനീഫ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ മികച്ച കോഴ്സുകൾ ആരംഭിക്കാനും അതുപോലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹത്തെ തിരഞ്ഞെടുത്താൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അലിഗഡ് യൂണിവേഴ്സിറ്റി മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അത് ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള അവരുടെ ഉയർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഇടപെടലുണ്ടാകുമെന്നാണ് LDF സ്ഥാനാർത്ഥി പറയുന്നത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.